സുഹൃത്തുക്കളെ, ഞാൻ സംഖ്യയല്ല. എനിക്ക് അടിമപ്പണി, ജാതിപ്പണി, രാഷ്ട്രീയപ്പണി, സംഘടനാ പണി അങ്ങനെയുള്ള ഒരു പണിയും എനിക്കില്ല. അതൊക്കെ മറ്റുള്ളവരുടെ പണിയാണ്. ഞാൻ ചായാതെ ചരിയാതെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ആളാണ്. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചപ്പോൾ ഞങ്ങൾ BJPക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട്, സുരേഷ് ഏട്ടന് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സംഖ്യയല്ല, ഞങ്ങൾക്ക് ജാതിപ്പണിയില്ല, രാഷ്ട്രീയ പണിയില്ല, മതപ്പണിയില്ല, അടിമപ്പണിയില്ല. പക്ഷേ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരിശ്രമം വിജയം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ജാതിപ്പണി, മതപ്പണി, അടിമപ്പണി, രാഷ്ട്രീയപ്പണി അങ്ങനെയുള്ള പരിപാടികളില്ല. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ജയത്തോടടുത്തെത്തി. മറ്റുള്ള കൊലകൊമ്പന്മാർ BJPയെ ജയിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ട് നടക്കാത്തത് ഞങ്ങൾ പയറ്റിയപ്പോൾ നടന്നു. അല്ലെങ്കിൽ ഇതുവരെ ഞങ്ങൾ മതേതര പാർട്ടിയിൽ ഒളിച്ചിരുന്നു. ഇപ്പോൾ BJP ജയിക്കുമെന്നായപ്പോൾ അവരുടെ കൂടെ കൂടി, അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ ഞങ്ങൾക്ക് ജാതിപ്പണി, രാഷ്ട്രീയപ്പണി, മതപ്പണി, രാഷ്ട്രീയപ്പണി, അടിമപ്പണി അങ്ങനെയൊന്നുമില്ല. ചായയില്ല, ശരിയില്ല, സ്ട്രൈറ്റാണ്, നേരെയാണ്. BJP എപ്പോഴെങ്കിലും പ്രതിരോധത്തിലാവുമ്പോൾ BJPക്ക് വേണ്ടി വാദിക്കാനും ഞങ്ങൾ വരും. പക്ഷേ ഞങ്ങൾ സംഖ്യയല്ല, ഞങ്ങൾക്ക് ജാതിപ്പണിയില്ല, രാഷ്ട്രീയപ്പണിയില്ല, മതപ്പണിയില്ല, അടിമപ്പണിയില്ല, സംഘടനാ പണിയില്ല. രാമക്ഷേത്ര നിർമ്മാണത്തിൽ ചിത്രയെ പോലെയുള്ള, രേവതിയെ പോലെയുള്ള പല നായന്മാരും സവർണരുമായ ധാരപ്രഭയുള്ള സംഘികൾ രാമക്ഷേത്രത്തിന് വേണ്ടി മന്ത്രങ്ങളും ജപങ്ങളും ചൊല്ലാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന മതവിരോധികളായ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ ചിത്രയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഞങ്ങൾ വന്നു. ചിത്രയെ വിമർശിച്ചവരെയൊക്കെ ഞങ്ങൾ തീവ്രവാദികളാക്കി നാടുകടത്തി. പക്ഷേ ഞങ്ങൾക്ക് മതപ്പണിയില്ല, രാഷ്ട്രീയപ്പണിയില്ല, അടിമപ്പണിയില്ല, ഞങ്ങൾ ചായയില്ല, ചെരിയില്ല. അപ്പോൾ ഞങ്ങൾ സംഖ്യയല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംഖ്യകളെന്ന് വിളിക്കുന്നവർ വെറും അടിമകളും തീവ്രവാദികളും ഒക്കെയാണ്. അവർക്ക് മതപ്പണി, അവർ മതപ്പണി ചെയ്യുന്നു, രാഷ്ട്രീയപ്പണി ചെയ്യുന്നു, അടിമപ്പണി ചെയ്യുന്നു, സംഘടനാ പണി ചെയ്യുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ചായുന്നില്ല, ചെരിയുന്നില്ല, കുതിക്കുന്നില്ല, കിതക്കുന്നില്ല. അപ്പോൾ ശരി, എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ വീഡിയോ? ആ മണ്ടന്മാരൊക്കെ അല്ലേ? മണ്ടന്മാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും അല്ലേ? ആന്ന് ഈ പൊട്ടന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവും. നമ്മളിങ്ങനെ സംഖ്യയിലെന്ന് പറയുക, എല്ലാ സംഖ്യകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക അല്ലേ? മറ്റേതൊന്നും മനസ്സിലാവില്ല. ഡാഷ് ഓഫ് ചെയ്തിട്ടില്ലേ? സോറി.